ഇപ്പോൾ പീരിയഡ്സ് വരാതിരുന്നാൽ പോലും നമുക്കൊരു ടെൻഷനാണ്, അയ്യോ ഇതൊക്കെ എപ്പോൾ വരും, നമുക്ക് മെൻ്റലി പ്രിപ്പയർഡ് അല്ല ഒരു പീരീഡ് ഒന്ന് ഫേസ് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷനിൽ. പിന്നെ സ്ട്രെസ്സിൻ്റെ സമയത്ത് എക്സസൈസ് സ്ട്രെസ് ആകുമ്പോൾ നമ്മുടെ ബോഡിയിൽ കോർട്ടിസോൾ എന്ന് പറഞ്ഞൊരു ഹോർമോൺ ഒരുപാട് അധികമാകും. കോർട്ടിസോൾ ലെവൽസ് കൂടിയാൽ നമ്മുടെ ഈസ്ട്രജനും പ്രൊജസ്ട്രോൺ ഹോർമോണിൻ്റെ ബാലൻസ് അത് തെറ്റിക്കും. അപ്പോൾ സ്ട്രെസ്സ് പിന്നെ നമ്മൾ കാണുന്ന പീരീഡ്സ് വരാതിരുന്നാൽ എസ്പെഷ്യലി കുട്ടികൾക്ക് PCOS ഉണ്ടോ എന്ന് അവർക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ടാകും. അപ്പോൾ അതന്നെ അവർക്കൊരു പേടി, ഒരു ഉറക്കമില്ലായ്മ, ഒരു ഭയം. കഴിഞ്ഞ ദിവസം ഒരു 20 വയസ്സുള്ളൊരു കൊച്ചുകുട്ടിയുടെ റിപ്പോർട്ടിൽ PCOS കണ്ടപ്പോൾ കൊച്ചിന് ഭയങ്കര ഭയം, ഇനി എൻ്റെ കല്യാണം നടക്കുമോ, ഞാൻ പ്രഗ്നൻ്റ് ആവുമോ. വേറൊരു സ്ത്രീ പറയുന്നത്, എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു എനിക്ക് PCOS എന്നൊരു അസുഖം ഉണ്ടായിരുന്നെങ്കിൽ എന്നെ കെട്ടത്തില്ലായിരുന്നു. അപ്പോൾ നമുക്കിതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം സ്ത്രീകൾ അനുഭവപ്പെടുന്ന ആ ഒരു സ്ട്രെസ്, പീരിയഡ്സ് ഇല്ലാതെ വരുന്നൊരു സ്ട്രെസ്. പക്ഷേ ഇത് രണ്ടും ഒരു വിഷ്യസ് സൈക്കിളാണെന്ന് വെച്ചാൽ നമുക്ക് സ്ട്രെസ്സ് വന്നാൽ പീരിയഡ്സ് എഫക്റ്റ് ആകും. മാക്സിമം നമ്മൾ സ്ട്രെസ്സ് കുറയ്ക്കാനുള്ള റിലാക്സേഷൻ ടെക്നിക്സ് ആവട്ടെ, യോഗ ആവട്ടെ, ജേർണലിംഗ് ടെക്നിക്സ് ആവട്ടെ, ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്ത് സ്ട്രെസ്സും കുറയ്ക്കണം.